കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ യോക്ക് ചെയ്ത് വെച്ച ആ ഒരു സംഭവമാണ് കേട്ടോ. നമ്മളിവിടെ യോക്ക് ഇരിക്കൊക്കെ കൊടുത്ത് ഒരു പോക്കറ്റും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സെയിം പാറ്റേൺ തന്നെയാണ് ചെറുതാക്കി ഒരു ചെറിയ പാറ്റേണാണ് പോക്കറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇനി പോക്കറ്റിന് നമുക്ക് ലെങ്ത് കൂടുതലോ വീതി കൂടുതലോ ഒക്കെ കൊടുത്തെടുക്കാം. രണ്ട് സൈഡ് പോക്കറ്റ് വേണമെങ്കിൽ രണ്ട് സൈഡും പോക്കറ്റ് കൊടുക്കാം. നല്ല ഭംഗിയില്ലേ നൈറ്റ് കാണാനായിട്ട്. പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല കംഫർട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്, നല്ല സ്റ്റൈലാണ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ. കണ്ടോ, ഞാനിപ്പോൾ ഷോർട്ട് നൈറ്റിയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നമുക്ക് ഫുൾ ലെങ്ത് വേണമെങ്കിൽ ഫുൾ ലെങ്തിൽ ചെയ്തെടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഭംഗിയില്ലേ നൈറ്റി. ഇട്ട് കഴിയുമ്പോൾ ഒരു റെഡിമെയ്ഡ് ഫീൽ തോന്നിക്കും കേട്ടോ. അതുപോലെ നമുക്ക് ഈ ലേസ് വർക്ക് കൊടുക്കാതെ പൈപ്പിംഗ് ആണെങ്കിൽ പൈപ്പിംഗ് കൊടുക്കാം. പ്ലേറ്റ്സ് കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വണ്ണമൊന്നും കൂടുതൽ തോന്നിക്കത്തില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്ത് ഭാഗത്ത് നിന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിടണം. നാലായിട്ട് ലെങ്ത് ഭാഗത്ത് നിന്നാണ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കറക്റ്റ് ലെവലാക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. ഷോർട്ട് നൈറ്റി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 46.5 ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നുണ്ട്. 45 ഇഞ്ചാണ്. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ സീം അലവൻസ്, 1 ഇഞ്ച് ലെങ്ത് ഭാഗത്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടൽ 46.5 ഇഞ്ച്. ഞാനിപ്പോൾ എടുത്ത ക്ലോത്തിന് ടോട്ടൽ 42 ഇഞ്ച് വീതിയേ ഉള്ളൂ. വീതി കുറവാണ് കേട്ടോ ഇത്. നമുക്ക് പ്ലീറ്റ്സ് കൂടുതൽ വേണമെങ്കിൽ വീതി കൂടുതലുള്ള ക്ലോത്ത് വേണം. നെക്കിന് വൈഡ് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത്, ബാക്ക് നെക്കാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് പാർട്ടാണ് ഫസ്റ്റ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് സ്ക്വയർ ആക്കി ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കുവാണ്. ബാക്ക് നെക്ക് ഞാനിവിടെ റൗണ്ടാണ് കൊടുക്കുന്നത്. ഷോൾഡർ ഭാഗം 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ഭാഗം മാർക്ക് ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് ആം ഹോളും 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ചെസ്റ്റ് ലെങ്ത് ഞാനിവിടെ 10 ഇഞ്ചാണ് കൊടുക്കുന്നത്. കാരണം ടോട്ടൽ എനിക്ക് ചെസ്റ്റ് 40 ആണ്. 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുമ്പോൾ 10 ഇഞ്ച് കൊടുത്ത് 1 ഇഞ്ച് ലൂസ് കൂടെ വേണം. അങ്ങനെ ഇവിടെ ഞാൻ 11 ഇഞ്ച് കൊടുത്ത് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യണം. ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിഡ് വേസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ ഭാഗത്തുനിന്ന് ഒരു 14 ഇഞ്ച് താഴ്ത്തി 9 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, അവിടെ നിന്ന് നമുക്ക് ബോഡി മാർക്ക് ചെയ്ത കണക്കിനൊന്ന് ഇതുപോലൊന്ന് ലൈൻ കൊടുത്ത് സീം അലവൻസ് ഭാഗവും ഒന്ന് ഇതുപോലൊന്ന് ലൈൻ കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഹിപ്പിൻ്റെ വണ്ണം 10 ഇഞ്ച് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് ലൂസ് കൂടെ കൊടുക്കുന്നുണ്ട്. 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 11 ഇഞ്ച് മാർക്ക് ചെയ്ത ഏരിയയിലോട്ട് മിഡ് വേസ്റ്റ് ഭാഗത്തുനിന്ന് ഇതുപോലെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടത്, ഇവിടെ നിന്ന് താഴോട്ട് നമുക്ക് ഈ കോൺ വര, ലെങ്ത് ഭാഗത്ത് ഈ കോൺ വര നമുക്ക് ലൈൻ കൊടുക്കണം. ഇഞ്ച് ടേപ്പ് എടുത്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടിയിലുള്ള ക്ലോത്ത് കട്ടാവാതെ മെല്ലെ ഈ നെക്ക് കണ്ടോ, നെക്ക് റൗണ്ട് കട്ട് ചെയ്ത് ഷോൾഡർ ഭാഗവും ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. ആം ഹോൾ ഭാഗവും അടിയിലുള്ള ക്ലോത്ത് മാറ്റി വെച്ചിട്ട് പുറത്ത് മാത്രമാണ് ഞാൻ ഈ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, അടിയിൽ നമുക്ക് ഫ്രണ്ട് പാർട്ട് കിടക്കുന്നുണ്ട്, അതിൽ കട്ടാവാൻ പാടില്ല. മെല്ലതാ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നമുക്കത് ബാക്ക് പാർട്ടാണ്. ഇനി ആം ഹോൾ റൗണ്ട് ടോട്ടൽ എത്രയുണ്ടെന്ന് നോക്കാം. കാരണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കിവിടെ 10 ഉണ്ട് ടോട്ടൽ ആം ഹോൾ റൗണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. ഈ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ക്ലോത്ത് ഇവിടെ ഉണ്ട്. ഈ സൈഡിലൊന്ന് 2 സ്ലീവ് കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കോണിലൊന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഓൾറെഡി നമുക്ക് ഇതിൽ ക്ലോത്ത് കുറവാണല്ലോ. 5.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5.5 6 ഇഞ്ച് നമുക്ക് എത്രയാണോ വേണ്ടത് ആ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്ത് 10 ഇഞ്ചായിരുന്നല്ലോ നമുക്ക് ആം ഹോൾ റൗണ്ട്. 1 ഇഞ്ച് കുറച്ച് ഞാനിവിടെ 9 ഇഞ്ച് വീതിയിൽ സ്ലീവിൻ്റെ വണ്ണത്തിനനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് ഒരു 3.5 ഇഞ്ച് മാറ്റി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് സ്ലീവിൻ്റെ ഷേപ്പിനൊന്ന് വളച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടതാ, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 2 സ്ലീവ് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഈ ബാലൻസ് കണ്ടോ, നമുക്ക് ബാക്ക് ക്ലോത്ത്
കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ബാലൻസാണ് ഈ മേളിലോട്ട് മാറ്റി വെച്ച ശേഷം ഈ ബാക്ക് പാർട്ട് എടുത്ത് ഞാൻ അകവശം തിരിച്ചിടുവാണ്, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും മാറിപ്പോവും. അതുകൊണ്ട് ഈ ബാക്ക് പാർട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഇതിട്ടാണ് നമുക്കിനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനുള്ളത്. ഇങ്ങനെ ലെവൽ ചെയ്ത് ഇടുമ്പോൾ നമുക്ക് ലെങ്ത് എല്ലാം കറക്റ്റ് ആയിരിക്കണം. കണ്ടോ, കറക്റ്റായിട്ട് ഇപ്പോൾ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഏരിയ ഉണ്ടല്ലോ, ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം, അവിടെ നിന്നൊരു 3 ഇഞ്ചാണ് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി മാറ്റാനുള്ളത്. അപ്പം ഞാൻ ആ 3 ഇഞ്ച് മാറ്റി ഈ ബാക്ക് പാർട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുവാണ്. കണ്ടോ, ഈ എൻഡ് ഭാഗത്ത് ഇതാ കണ്ടോ, ഇവിടെ നമുക്ക് കുറച്ച് ക്ലോത്ത് കുറവ് വരും. കാരണം ഞാനിവിടെ എടുത്ത ക്ലോത്തിന് വീതി കുറവാണ്. ഈ 3 ഇഞ്ച് കണ്ടോ, 3 ഇഞ്ചാണ് ഞാൻ പ്ലീറ്റ്സിന് എടുക്കുന്നത്. ഈ 3 ഇഞ്ച് നമുക്ക് മേള് വരാൻ ഫുൾ ലെങ്തും ഈ 3 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം. ഇവിടെ കുറവുള്ള ക്ലോത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയ പാർട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത് ലെവലാവും. നല്ല വീതിയുള്ള ക്ലോത്താണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല, നമുക്ക് ആവശ്യത്തിന് വീതി കിട്ടുമല്ലോ. ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് സൈഡിൽ. കണ്ടത് എങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രണ്ട് പാർട്ടിന് മാത്രമായിട്ട് കുറച്ച് ഭാഗമല്ലേ നമുക്ക് കുറവ് വരുള്ളൂ. ഇനി ഈ ബാക്ക് പാർട്ട് ഞാൻ ഈ 3 ഇഞ്ച് മാറ്റിയാണ് മേൽഭാഗം വരെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, കറക്റ്റ് ലെവലായിരിക്കണം. നമുക്ക് ഈ മേൽഭാഗത്ത് ഷോൾഡർ ഭാഗം കട്ട് ചെയ്ത് ആ കറക്റ്റ് ലെവലിൽ നിൽക്കണം. ഇവിടെയും 3 ഇഞ്ച് മാറ്റി വിടണം. കാരണം ഈ 3 ഇഞ്ച് നമുക്ക് നെക്കിലൊന്നും വരുന്നതല്ല, പ്ലേറ്റ്സ് ഇട്ട് നമ്മൾ കുറച്ച് പോകുന്നതാണ്. അപ്പോൾ ഇവിടെയും 3 ഇഞ്ച് മാറ്റി കറക്റ്റായിട്ട് നോക്കണം മേളിൽ ലെങ്ത്, ഈ ഷോൾഡർ ഭാഗം. കാരണം ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് നമുക്ക് ഒരേ ലെങ്ത് വേണം. കണ്ടോ, ഇതാണ് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്ത് പോയ ഭാഗം. ഇത് ഷോൾഡർ അല്ലേ, ആ കറക്റ്റ് ലെവലിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ട്രേസ് ചെയ്തെടുത്താൽ മതി. ബാക്ക് പാർട്ട് അതേ കണക്കിന് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈസി ആവും. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ആം ഹോളും ബോഡിയും മാർക്ക് ചെയ്ത പോലെ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ എൻഡ് വരെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ലെങ്ത് ഭാഗത്ത് കുറച്ച് കുറവ് വരുമോ നമുക്ക് പിന്നെ വെച്ചടിച്ച് കൊടുക്കാം. ഇനിയാണ് നമുക്ക് ഈ യോക്ക് സെറ്റ് ചെയ്യാനുള്ളത്. യോക്ക് കണ്ടോ, ഈ എൻഡ് ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പാടില്ല. കറക്റ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ എൻഡിലല്ല, ഈ എൻഡ് ഭാഗത്ത് നമുക്ക് 3 ഇഞ്ച് മാറ്റി 3 ഇഞ്ച് മാറ്റിയാണല്ലോ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത്, അതേ കണക്കിന് 3 ഇഞ്ച് മാറ്റി ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, 3 ഇഞ്ച് ഞാനൊന്ന് മാറ്റി ഇവിടെ ഒന്ന് വരച്ച് കൊടുക്കുവാണ്. ഇങ്ങനെയാണ് നമുക്ക് യോക്ക് വരുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അതിനുശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ട്രേസ് ചെയ്തെടുത്ത പോർഷനിൽ ജസ്റ്റ് മേളിലോട്ട് കയറ്റി ഒരു 1/2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് വേണം. കാരണം ഈ യോക്ക് ഏരിയ ഇവിടെ ഫിക്സ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ഒരു 1/2 ഇഞ്ച് ട്രേസ് ചെയ്ത പോർഷനിലേക്കാളും മേളിലോട്ട് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വയ്ക്കുമ്പോൾ വെച്ച് സ്റ്റിച്ച് ചെയ്യണമല്ലോ, ഈ യോക്ക് ഏരിയ ഇതും തമ്മിൽ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിനവിടെ തയ്യൽ തുമ്പ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ട്രേസ് ചെയ്ത പോയിന്റിൽ നിന്ന് ജസ്റ്റ് മേളിലോട്ട് ക്ലോത്ത് വേണം നമുക്ക്. തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് വേണം. ഇതുപോലെ ഒന്ന് മേളിലോട്ട് കയറ്റി 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടത് ഇതുപോലെ ഇതേ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ഞാൻ വെച്ച് കാണിച്ചു തരാം, സെറ്റ് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. നമ്മൾ യോക്ക് ഏരിയ ചെയ്തപ്പോഴും കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു 10.5 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് കൊടുത്തത്. പക്ഷെ കട്ട് ചെയ്ത് ഞാൻ എടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടുതലാണ് യോക്ക് ഏരിയയ്ക്കും കൊടുത്തത്. യോക്ക് ഏരിയയ്ക്ക് നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ. ഇത് രണ്ടുമായിട്ട് ഇങ്ങനെ വെച്ചൊന്ന് സെറ്റ് ചെയ്യുമ്പോൾ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് വേണം. അത് പോയിട്ട് ഇങ്ങനെയാണ് പ്ലേറ്റ്സ് ഇങ്ങനെ ചുരുക്കി ചുരുക്കി കൊടുത്ത് കറക്റ്റ് ലെവലിൽ നമ്മൾ കൊണ്ടുവരണം. കണ്ടോ, ഈ സൈഡെല്ലാം നമുക്ക് കറക്റ്റ് ഷോൾഡർ ഭാഗമെല്ലാം കറക്റ്റ് ലെവലിൽ കിട്ടുന്നവരെ നമുക്ക് ഇവിടെ ഒന്ന് ചുരുക്കി പ്ലേറ്റ്സ് ഇട്ട് പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആവും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. യോക്ക് ഡിസൈൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് ചെയ്തപ്പോൾ ഞാൻ യോക്കിൻ്റെ അളവെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട് നെക്ക് നമുക്ക് 6 ഇഞ്ച് ലെങ്ത്, വൈഡ് 3 ഇഞ്ച്. കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ, ലെങ്ത് ഭാഗം നമ്മളൊന്ന് ഫിനിഷ് ചെയ്തില്ല. ഈ ലെങ്ത് ഭാഗത്ത് ബാക്ക് പാർട്ടാണ് 2 ഇഞ്ച് മുകളിലോട്ട് ഈ സൈഡിൽ, അല്ലെങ്കിൽ താഴോട്ട് ഹാങ് ചെയ്ത് കിടക്കും.
2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് സൈഡ് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞത് ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇവിടെ ഫ്രണ്ട് പാർട്ടിന് ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതേ കണക്കിന് കട്ട് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡ് കണ്ടത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ പുറത്തൊന്ന് സെറ്റ് ചെയ്തിട്ട് ആ 3 ഇഞ്ച് മാറ്റി വെച്ച് തന്നെയാണ് സെറ്റ് ചെയ്തിട്ട് ആ കണക്കിന് തന്നെയാണ് ഈ സൈഡൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. 2 ഇഞ്ച് തന്നെയാണ് ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും ചെയ്തിരിക്കുന്നത്. ഇനി യോക്ക് ഏരിയ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യോക്ക് ഏരിയയുടെ കണക്കിന് ഞാനിവിടെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ തിരിച്ചിട്ട് നല്ല വശം അകത്താക്കി ഇതാ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. കറക്റ്റായിട്ട് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഫുൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് ഈ അകവശത്തുള്ള ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം. ഈ സ്റ്റിച്ചിലൊന്നും പെടാതെ കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. കാരണം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഫിനിഷിങ് കിട്ടാനാണ്. ഫുൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് തിരിച്ച് കാണിച്ചു തരാം. കണ്ടത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഇനി ഈ അകവശത്ത് നിൽക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, ലൈനിങ്ങിന് കൊടുത്തിരിക്കുന്ന ക്ലോത്ത്, അതിൻ്റെ കണക്കിന് കറക്റ്റായിട്ട് യോക്ക് ഏരിയ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് വെച്ചതിൻ്റെ പുറത്തൂടെ നമുക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു 1/2 ഇഞ്ച് മാറ്റിയാണ് ഞാൻ യോക്ക് ഏരിയയും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് എത്രയാണോ യോക്ക് വീതി വേണ്ടത് അത്രയും മാർക്ക് ചെയ്തെടുത്ത ശേഷം ഒരു 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. കാരണം നമുക്ക് മെയിൻ ക്ലോത്തോട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമല്ലോ. ഇനി ഒന്നുകൂടെ ഞാനൊന്ന് തിരിച്ചിടുവാണ് കേട്ടോ. നല്ല വശം അകത്താക്കി കണ്ടോ, ഈ അകവശമാണ് പുറത്തിരിക്കുന്ന. ഇനി നമുക്കിതാ റൗണ്ട് ചെയ്ത് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഷോൾഡർ ഭാഗം മാത്രമാണ് ഓപ്പൺ. നമുക്ക് റെഡിമെയ്ഡ് പോലെ തോന്നിക്കണമെങ്കിൽ നമുക്ക് ഈ യോക്ക് ഏരിയയുടെ എൻ്റെ ഭാഗത്തൊക്കെ തയ്യൽത്തുമ്പോൾ കാണാതെ നല്ല ഫിനിഷിങ് ആയിരിക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മെല്ലെ മെല്ലെ ഇതുപോലൊന്ന് വലിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ ചുളുങ്ങിയൊക്കെ ഇരിക്കുന്ന അങ്ങ് മാറിക്കോളും. കണ്ടതോ, ഇങ്ങനെ നിവർത്തിയെടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് യോക്ക് ഏരിയ കിട്ടും. സൈഡെല്ലാം നല്ല നിവർത്തി നല്ല ഭംഗിയായിട്ട് വെച്ച് തന്നെ അയൺ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ കാണിച്ചു തരാം മെയിൻ ക്ലോത്തിനോടൊന്ന് വെച്ച്. കണ്ടോ, കറക്റ്റ് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗവും യോക്ക് ഏരിയയുടെയും ഇതാ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ച് ഒന്ന് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ലെവൽ പിടിച്ച് നമ്മൾ പ്ലേറ്റ്സ് കൊടുത്തില്ല എങ്കിൽ കയറി ഇറങ്ങിയിരിക്കും, നമുക്ക് കറക്റ്റ് ലെവൽ കിട്ടത്തില്ല. കണ്ടോ, ഇനി സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 സൈഡിലും നമുക്ക് ഒരേ കണക്കിന് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ്, നമുക്ക് വലിയ പ്ലേറ്റ്സ് വേണമെങ്കിൽ വലുത് ഇട്ട് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള പ്ലേറ്റ്സ് പിടിച്ച് ഞാനിപ്പോൾ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണ്. കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടെ അത് ഈസി ആയിരിക്കും. ചെറിയ പ്ലേറ്റ്സ് ആയാലും വലിയ പ്ലേറ്റ്സ് ആയാലും നമുക്ക് ഒരേ ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കുവാണ്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് യോക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, ഇനി ഓരോ കുഞ്ഞു പ്ലേറ്റ്സ് കൂടെ 2 സൈഡിൽ വേണം. അത് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ലെവൽ കിട്ടും. നമുക്ക് ഷോൾഡർ ഭാഗമൊക്കെ കറക്റ്റായിട്ട് കിട്ടണം. അതല്ലാന്നുണ്ടെങ്കിൽ നൈറ്റി ഒരു ഭംഗി കാണത്തില്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങി നിൽക്കും. യോക്ക് ഇപ്പോൾ ഇതേ അളവ് തന്നെ കൊടുക്കണമെന്നില്ല. നമുക്ക് എത്രയാണോ യോക്കിന് വീതിയും ലെങ്തും വേണ്ടത് അത് തന്നെ നമ്മൾ അളന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഈ പ്ലേറ്റ്സൊക്കെ പിടിച്ച് ഫുള്ളൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ദാ ഈ റൗണ്ട് ചെയ്ത് ഇതിൻ്റെ പുറത്തൂടെ കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് വയ്ക്കുവാണ്. പിൻ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത്. ഇതാ കറക്റ്റ് ലെവൽ പിടിച്ച് വെച്ച് നമുക്ക് ഫുള്ളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യോക്ക് ഏരിയ കിട്ടി.
ഇനി നമുക്ക് ഈ പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. പിന്നൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഈ ലേസാണ് ഞാൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ആയാലും കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ലേസ് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. റൗണ്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ സൈഡ് ഭാഗത്ത് വളഞ്ഞിരിക്കുന്ന സൈഡിലൊന്ന് പൊന്തി നിൽക്കും. അത് വരാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ പതിച്ച് വെച്ച് ഞാൻ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് എഡ്ജിലൂടെ. ഇനി നമുക്ക് പോക്കറ്റ് കണ്ടോ, നല്ല സ്റ്റൈലായിട്ടൊരു പോക്കറ്റ് കൂടെ വേണം. ഈ പോക്കറ്റിന് ഞാൻ യോക്കേരി കൊടുത്ത് അതേ വർക്ക് കുറച്ചുകൂടെ ചെറുതാക്കി പോക്കറ്റിനും കൂടെ ചെയ്ത് കണ്ടോ. അപ്പോൾ ഒന്നുകൂടെ സ്റ്റൈലായില്ലേ. പോക്കറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഹിപ്പ് ഏരിയയുടെ താഴ്ത്തിയോ നമുക്ക് കംഫർട്ടായ ഏരിയ അവിടെ നമ്മൾ പോക്കറ്റ് വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 7 ഇഞ്ച് ലെങ്തിലും 5 ഇഞ്ച് വീതിയിലുമാണ് പോക്കറ്റ് കൊടുക്കുന്നത്. നമുക്ക് ആ പോക്കറ്റ് കൊടുക്കുമ്പോഴും നമുക്ക് മൊബൈൽ എന്തെങ്കിലും വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ അളവിൽ ലെങ്തും വീതിയും കൊടുത്ത് നമുക്ക് ചെയ്യാം. ഈ 7 ഇഞ്ച് എന്ന് പറയുമ്പോൾ മേളിൽ 1 ഇഞ്ച് ഞാനിങ്ങനെ ഒന്ന് അര ഇഞ്ച് വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് സൈഡും ഒരു അര ഇഞ്ച് റൗണ്ട് ചെയ്ത് ഞാനിപ്പോൾ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഫസ്റ്റ് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് വെച്ച ശേഷം പ്ലേസ് ചെയ്യേണ്ട അടുത്ത് വെച്ച് നമുക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു ലേസ് കൂടെ യോക്കേരി കൊടുത്ത പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ അടിപൊളി പോക്കറ്റും റെഡിയാവും. ഈ നൈറ്റിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഈ യോക്കേരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് കണ്ടോ ഇതുപോലെ നൈറ്റ് കിട്ടും. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് നമുക്ക് സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോൾ നമുക്ക് ഒരു അര ഇഞ്ച് ഒന്ന് കുഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് ബാക്ക് നെക്ക് ഇനി സെറ്റ് ചെയ്യണമല്ലോ. ഞാനിങ്ങനെ ബയാ സ്ട്രിപ്പാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 2 എണ്ണം എടുത്ത് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം അതിൻ്റെ എഡ്ജിൽ ഒന്ന് അര ഇഞ്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് മടക്കി അടിച്ചാൽ മതിയല്ലോ, സാധാ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. കണ്ടോ, ഇനി ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കണം. അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ ഈ ഷോൾഡർ ഭാഗങ്ങളൊന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഈ 2 ഷോൾഡറും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഈ ബാക്ക് നെക്കിൻ്റെ മടക്കി അടിക്കാനുള്ള പോർഷൻ മേളിലോട്ടൊന്ന് ഇങ്ങനെ വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 2 ഷോൾഡറും ഇതേ കണക്കിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ് ആയിക്കോളും. ഇനി സ്ലീവിൻ്റെ എൻഡ് ഭാഗം അര ഇഞ്ച് വെച്ചൊന്ന് ലെങ്ത് ഭാഗം ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഫ്രണ്ട് ആം ഹോളൊന്ന് അര ഇഞ്ച് ഒന്ന് കുഴിച്ച് കൊടുക്കാനുണ്ട്. ആ പോർഷൻ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നൊരു കുഞ്ഞ് കട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഫ്രണ്ട് ആം ഹോളാണിത്. ഇനി നമുക്കിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഷോൾഡർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, സ്ലീവ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ലെങ്ത് ഭാഗത്തൊന്ന് ഫോൾഡ് ചെയ്യണം. അതും അര ഇഞ്ച് വീതം. ഞാനിപ്പോൾ 1 ഇഞ്ചാണ് ഇവിടെ സീം അലൗൺസ് കൊടുത്തിട്ടുള്ളത്. അര ഇഞ്ച് വെച്ചതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അതിനുശേഷം നമുക്ക് ബോഡി കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ വണ്ണം എത്രയാണോ അത് മാറ്റി നമുക്ക് ഫുൾ ബോഡി അടിച്ചെടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് നമുക്ക് ഇവിടെ നൈറ്റി കിട്ടും. കണ്ടില്ലേ, റെഡിമെയ്ഡ് പോലെ തന്നെ നമുക്ക് തോന്നിക്കുന്ന നല്ല അടിപൊളി നൈറ്റികൾ നമുക്ക് ഇതുപോലെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, എത്ര ഭംഗിയാണ് നമ്മളെ നൈറ്റി എന്ന്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹാൻഡ് വർക്കുകളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് പോലെയുള്ള നൈറ്റി നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്കും ഭംഗിയുള്ള ഒരു നൈറ്റിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.